ഹലോ ഗൈസ്, മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് വേറൊന്നുമല്ല, ഞങ്ങൾ മുല്ലക്കച്ചെറുപ്പ് കാണാൻ പോവാണ്. എൻ്റെ അനിയൻ ആൽബിനുണ്ട്, അപ്പൻ ഉണ്ട്, ഐറക്കുട്ടനുണ്ട്, കെട്ടിയോളുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മുല്ലക്കച്ചെറുപ്പൊക്കെ കാണാം. അടിപൊളിയാണ്, എല്ലാ വർഷവും ഉള്ളതാണ്. ഈ വർഷം എന്തായാലും മുല്ലക്കച്ചെറുപ്പ് ഒന്ന് കാണാം. ആലപ്പുഴയിലെ വൺ ഓഫ് ഫേമസ് ഫെസ്റ്റിവലാണ് ഈ മുല്ലക്കച്ചെറുപ്പ്. ആലപ്പുഴയിലെ 2 അമ്പലങ്ങളോട് ചേർന്ന് നടക്കുന്ന അവരുടെ ഉത്സവമാണ് ഈ മുല്ലക്കച്ചെറുപ്പ്. അയറയുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അയറ ഇതുവരെ മുല്ലക്കച്ചെറുപ്പ് കണ്ടിട്ടില്ല. അതെങ്ങനെയാവുമെന്ന് അറിയാനുള്ള ഞങ്ങൾക്കൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അയറയുടെ ആദ്യത്തെ ചെറുപ്പ് എക്സ്പീരിയൻസ് ആണ്. അവൾ ജൈൻറ്റ് വീൽ ഇതൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അവൾ നല്ല അതിശയത്തോടെ തന്നെയാണ് നോക്കി നിൽക്കുന്നത്. കറങ്ങുന്ന സാധനമാണോ? കേട്ടോ, അയറക്കുട്ടൻ പാവമുണ്ട്, കയറ്റണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് കയറ്റി കഴിഞ്ഞാൽ അവൾ പേടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇറക്കാനൊക്കെ പാടും. അവൾ കരച്ചില്ല. അവൻ വെറുതെ എന്തിനാ മൂഡ് കളയുന്നതെന്ന് ഓർത്ത് കയറ്റില്ല. ഇത് നല്ല ഗെയിംസ് ആയിരുന്നു, കളിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ഓർത്ത് വെറുതെ എന്തിനാണ്. അങ്ങനെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ നല്ല ആളുണ്ട്, നല്ല റഷാണ്. അപ്പോൾ കൊച്ചിനെ ഞങ്ങൾ മുറുകെ പിടിച്ച് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. ഇനിയിപ്പോൾ എന്ത് കാണുമെന്ന് ആലോചിച്ചപ്പോഴാണ് എന്നാൽ മരണക്കിണറിൽ തന്നെ കയറിയേക്കാന്ന് വെച്ചു. മരണക്കിണർ കയറുമ്പോൾ വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. അയറക്കൂട്ടൻ ഇതെങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുമെന്നറിയില്ല. അവൾക്ക് കാറും ബൈക്കും ഒക്കെ ഇഷ്ടമാണ്. പക്ഷേ ഈ കാറും ബൈക്കിൻ്റെ സൗണ്ടും എല്ലാം കൂടെ വന്ന് അങ്ങനെയാണല്ലോ ഒരു മരണക്കിണറിൻ്റെ ഒരു കിടപ്പ്. ഇത് അവളെങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുമെന്നറിയില്ലായിരുന്നു. എന്തായാലും ഞങ്ങളങ്ങ് കയറി നോക്കി. ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. ഏകദേശം 80 രൂപ വരുന്ന 3 ടിക്കറ്റാണ് എടുത്തിരിക്കുന്നത്. കുഴപ്പമില്ല, റീസണബിൾ റേറ്റാണ്. അങ്ങനെ ഞങ്ങൾ ഇത് കാണാനായിട്ട് മുകളിലോട്ട് കയറുകയാണ്. എന്താവും എന്നറിയില്ല. എന്തായാലും കുറേ വർഷങ്ങൾക്ക് ശേഷമാണ്. പറയാൻ നഷ്ടമാണ്. കൊച്ചിലെയാണ് ഞാൻ ഈ മരണക്കിണർ കണ്ടത്. അത് കഴിഞ്ഞിട്ടൊന്നും ഞാൻ അങ്ങനെ കയറിയിട്ടില്ല. ചെറുപ്പം കൂടിയിട്ടുണ്ട്. പക്ഷേ മരണക്കിണർ കുറേ നാൾക്ക് ശേഷമാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. എങ്ങനെ ഉണ്ടാവും നോക്കാം. എല്ലാവരും ഞങ്ങൾ എന്തായാലും 3 പേരും ഞങ്ങളത് തന്നെയാണ്. ഞങ്ങൾ കയറിയിട്ട് കുറേ കാലമായി. വൈഫാണ് ഇതുവരെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടുപോക്കാം. അയറപ്പം നല്ല ഇൻട്രസ്റ്റിലാണ്. മരണക്കിണറാണോ അല്ലേ? നമ്മൾ മരണക്കിണറാണോ ബൈക്കൊക്കെ ഓടുന്ന കാണാൻ പോവാം. ഓക്കെ, നമുക്കതൊന്ന് കാണാം. ആലോചിച്ചിട്ട് കയറണം. എല്ലാവരും കയറി ഇറങ്ങി നോർത്താൽ മാത്രം കയറുക. കട്ട പോസ്റ്റ് അടിച്ച് മുഷിയും. വേറെ ഒന്നിനും കയറാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും കയറി ഇറങ്ങി ഉറപ്പായെങ്കിൽ മാത്രം കയറുക. സിറ്റുവേഷൻ ആകെ മോശമായിരുന്നു. അയറാകെ അസ്വസ്ഥതയായി, കരച്ചിലായി, പിടിച്ചിലായി. അവൾക്ക് പോകണമെന്നുള്ള അവസ്ഥയായി. പിന്നെ ഇവളെയും കൊണ്ട് 2 റൗണ്ട് അങ്ങോട്ട് കറങ്ങിയൊക്കെ നടന്നു. ഒരു കാര്യമില്ല, അവൾക്ക് ഇറങ്ങണമെന്ന അവസ്ഥയായി. ഞങ്ങൾക്ക് പിന്നെ എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുമ്പോഴായിരുന്നു അവർ പരിപാടി സ്റ്റാർട്ട് ചെയ്തത്. പരിപാടി തുടങ്ങി. അവർ മരണക്കിണറിൽ കറക്കാൻ തുടങ്ങി. പക്ഷേ ഉള്ളിലൊരു ചങ്കെടുപ്പായിരുന്നു. അവർ ഈ ചെയ്യുന്ന അഭ്യാസം കണ്ടിട്ട് എന്താണെന്ന് പറഞ്ഞാലും അവരുടെ ഈ ഒരു ടാനിലെ നമ്മൾ ആർട്സ് ഓഫ് ചെയ്താലേ പറ്റത്തുള്ളൂ. ഒരു രക്ഷയില്ല, കിടലം. നമ്മൾ റോഡിലൂടെ ഓടിക്കും, ബൈക്ക് ഓടിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ എന്തോരം ഭയമുണ്ട്.
അപ്പോൾ അവർ ഈ മരണക്കണ്ണനെ കാണിക്കുന്ന അഭ്യാസം ഒരു രക്ഷയില്ല, കിട്ടില്ല. ആയിരക്കുട്ടൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്, ചിരിയൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. അവൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നത്. ഒന്നാമക്ക് ബൈക്കും കാറെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. ആ ചേട്ടൻ്റെ പ്രകടനം ഇഷ്ടപ്പെട്ട കാണികളെല്ലാം ക്യാഷ് കൊടുക്കുന്നുണ്ടായിരുന്നു. ആ ക്യാഷ് മേടിച്ച് കടിച്ചു പിടിച്ച് ബൈക്ക് ഓടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ചേട്ടൻ്റെ പ്രകടനം കഴിഞ്ഞ് ആ ചേട്ടൻ ഇറങ്ങുകയാണ്. ആയിരക്കുട്ടൻ ടോട്ടലി അലമ്പായിരുന്നു. ആ അലമ്പ് കാരണം ഞങ്ങൾ കുറച്ചും കൂടെ മുകളിലോട്ട് വന്നു. അപ്പോൾ അവൾക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് ആയി. ഇനിയിപ്പം 4 ബൈക്കുകൾ കൂടെ വരുന്നത്, ഒരു ബുള്ളറ്റ്, ബാക്കി 3 ബൈക്കുകളും കൂടെ. എന്താണെന്നറിയില്ല ഇനിയിപ്പോൾ ഉണ്ടാകാൻ പോകുന്നത്. എന്തായാലും ഞാൻ നല്ല ചാർജായി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ കുറച്ചും കൂടെ ത്രില്ലിംഗ് ആയിരിക്കും. ആയിരക്കുട്ടൻ നല്ല ഹാപ്പി, അവളുടെ ബഹളം എല്ലാം മാറി. എന്തായാലും ഈ 4 ബൈക്കുകളോട് കണ്ടപ്പോൾ ഞങ്ങളുടെ കിളി പോയി, സത്യം പറയാലോ. അവരെ സമ്മതിച്ചേ പറ്റുള്ളൂ. ഈ ഒരു മരണക്കിണറിൽ കാണിക്കുന്ന അവരുടെ ഒരു എക്സ്പീരിയൻസ്. അറ്റ് ലാസ്റ്റ് അവർ എൻട്രി ആയി 3 മാരുതി കാറും ബാക്കി ബൈക്സും. അവർ ആ മരണക്കിണറിൽ കിടന്ന് കറങ്ങി കണ്ടപ്പോണ്ടല്ലോ മോനെ, കട്ട ത്രില്ലിങ്. കാണികൾ ഫുള്ളും കയ്യടിയായി ബഹളമായി. അപ്പോൾ ഞങ്ങൾ ഇനി അടുത്ത ആടുന്ന മറ്റേ ഡ്രാഗൺ കുഞ്ഞ് കയറാൻ പോവാം. എൻ്റെ പേരെന്താണെന്ന് അറിയത്തില്ല. നമ്മൾ ധൈര്യത്തോടെ ഇരിക്കണം, എന്തിനും പേടിക്കരുത്. അല്ല ആൽബിനെ, പേടിക്കരുത്. ഇതൊക്കെ ഒരു ചെറിയ ആട്ടം, നിസ്സാരം. ധൈര്യമായിട്ടിരിക്കൂ. അയ്യോ, ഒന്നും പറയില്ല. ആ ഡ്രാഗണിൻ്റെ റൈഡ് പൊളി. ചത്തില്ലെന്നേ ഉള്ളൂ, ജീവനോടെ വന്നു. എന്താ കൊള്ളാം കേട്ടോ, നല്ലൊരു എക്സ്പീരിയൻസാണ്. സത്യം പറയാലോ നല്ല പേടി തോന്നിയായിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, അത് ബെൽറ്റ് എന്ന് പറഞ്ഞൊരു പ്രൊട്ടക്ഷൻ ഒന്നുമില്ല. നമ്മൾ കമ്പി പിടിച്ച് സ്ട്രോങ് ആയിട്ട് ചെയ്യണം. ചില സമയത്ത് നമുക്ക് മുന്നോട്ട് പോകുമെന്ന് വരെ തോന്നിയായിരുന്നു. ഞങ്ങളപ്പുറത്ത് പോയ ഗ്യാപ്പിൽ അച്ഛൻ ഇവളെയും കൊണ്ട് ചാടുന്ന ഇതേ കയറിയായിരുന്നു. പക്ഷെ അവൾക്ക് എന്താണോ അവൾക്ക് പൊങ്ങാൻ പറ്റുന്നില്ല. അവൾ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. അവളതാണ്ട് ഞാനെപ്പോലെ നടക്കുന്നത്. അവൾ പിടിച്ചു കയറാൻ നോക്കി, ഞങ്ങളും ശ്രമിച്ചു അവളോട് എഴുന്നേക്കാൻ പറഞ്ഞിട്ട്. പക്ഷെ അവൾ ട്രൈ ചെയ്തിട്ട് നടക്കുന്നില്ല. അവൾ എന്ത് ചെയ്തിട്ടും അവിടുന്ന് പോരുന്നില്ലായിരുന്നു. പിന്നെ അവളെ വരുത്താൻ ഒരു വഴിയുള്ളായിരുന്നു. ഐസ്ക്രീം മേടിച്ച് തരാമെന്ന് പറഞ്ഞ് ഞങ്ങളങ്ങ് ഐസ്ക്രീം മേടിച്ച് കൊടുത്തു. പക്ഷെ മൊത്തത്തിൽ കൊടുക്കാൻ പറ്റത്തില്ല, ചെറുതായി കൊടുത്ത് അവളെ ഒന്ന് പറ്റിച്ച് നിർത്തി. നല്ല ടേസ്റ്റ് ഉണ്ട്.
ആയിരക്കോട്ടിന് ട്രെയിനിൽ കയറണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. എന്നാൽ പിന്നെ അവളെ കയറ്റാന്ന് വെച്ചാൽ അവളെയും വൈഫിനെയും കൂടെ കയറ്റി വിട്ടു. അവളെന്തായാലും നല്ലോണം എൻജോയ് ചെയ്തു. ഇഷ്ടായോ? വാ നോക്ക് പോവാം. വാ കഴിഞ്ഞു വാ പോവാം. വാ ഞങ്ങൾ പേടിക്കാനായിട്ട് പോവാണ്. പേടിക്കുമെന്നൊക്കെയാണ് പറയാൻ. നോക്കാം. എന്തോ ആരാടാ? പേടിക്കല്ലേ, അധികം പേടിക്കല്ലേ നീ. പേടിപ്പിക്കാൻ നന്നായിട്ടുണ്ട്. അതെ ഓക്കെ, പേടിപ്പിച്ചോ എന്ന് ചോദിച്ചാൽ അത്രയൊന്നും പേടിപ്പിച്ചിട്ടില്ല. ഒരു ഓക്കെ എക്സ്പീരിയൻസ്. കുറച്ചും കൂടെ എന്തെങ്കിലുമൊക്കെ പേടിപ്പിക്കുന്ന എലമെൻ്റ് ഉണ്ടായിരുന്നെങ്കിൽ ആൾക്കാർക്ക് കുറച്ചും കൂടെ കയറാൻ ത്രില്ലുണ്ടായേനെ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ സൈനിങ് ഓഫ് എ വ്ളോഗ്സ്.